ഡീപ്പസ്റ്റ് സീക്രട്ട് ഓഫ് ഭാരത് എന്ന മലയാളം ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ശ്രീ എമ്മിൻ്റെ ഗുരുസമക്ഷം, ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ. എപ്പിസോഡ് 10. മസ്താൻ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ. 14.5 വയസ്സായപ്പോൾ ഞാൻ SSLC ഹൈസ്കൂൾ പരീക്ഷ പാസ്സായി. 9 മാർക്കിൻ്റെ കുറവിന് എനിക്ക് ഫസ്റ്റ് ഗ്രേഡ് നഷ്ടപ്പെട്ടു. അതിന് കാരണമുണ്ട്. ഞാൻ കണക്കും ഹിന്ദിയും പഠിക്കേണ്ടിയിരുന്ന സമയത്ത് വിദ്യാരണ്യൻ രചിച്ച വേദാന്ത ശാസ്ത്ര ഗ്രന്ഥമായ പഞ്ചദശിയുടെ ഇംഗ്ലീഷിലുള്ള വിവർത്തനം വായിക്കുന്നതിൽ മുഴുകിക്കഴിയുകയായിരുന്നു. എൻ്റെ സഹപാഠികളുടെ ചില രക്ഷാകർത്താക്കൾ തങ്ങളുടെ കുട്ടികളെ ലയോള കോളേജിൽ ചേർക്കാൻ തീരുമാനിച്ചു. എന്നെയും ലയോള കോളേജിലാണ് ചേർത്തത്. തിരുവനന്തപുരത്തിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള ശ്രീകാര്യത്തായിരുന്നു ആ സ്ഥാപനം. അത് പുതുതായി തുടങ്ങിയ കോളേജായിരുന്നു. മറ്റു സഹപാഠികൾ ഗവൺമെൻറ് ഇൻ്റർമീഡിയറ്റ് കോളേജിലും മാർ ഈവനിയോസ് കോളേജിലും മഹാത്മാഗാന്ധി കോളേജിലും ചേർന്നു. പഴയ സുഹൃത്തുക്കൾ പലരും വേർപിരിഞ്ഞു. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുകയും ചെയ്തു. ഏതാനും സുഹൃത്തുക്കൾ ലയോള കോളേജ് ഹോസ്റ്റലിൽ താമസിച്ചു. ഞാൻ വീട്ടിൽ നിന്നും ദിവസവും പോയി പഠിച്ചുകൊണ്ടിരുന്നു. ബസ്സിൽ കോളേജിൽ പോകാൻ 1 മണിക്കൂർ സമയം വേണം. എൻ്റെ ചില സുഹൃത്തുക്കളെ ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. അവരിൽ തോമസ് കുര്യൻ, രാജരാജവർമ്മ, ജോണി ജോസഫ്, നാരായണൻ എന്നിവർ പെടും. ഞാൻ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുന്ന കാലമായിരുന്നു അത്. എനിക്ക് കുറച്ച് ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് അകന്നു കഴിയാൻ അവസരമുണ്ടായി. അതിനുവേണ്ടി എന്തെങ്കിലും കാരണവും കണ്ടെത്തിയിരുന്നു. 14 വയസ്സ് മുതൽ 19 വയസ്സുള്ളവരെയുള്ള ഈ കാലയളവിൽ ലൗകികവും അലൗകികവുമായ അനേകം അനുഭവങ്ങൾക്ക് ഞാൻ വിധേയനായി. പിന്തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം വ്യക്തമായി. സാധാരണഗതിയിൽ ഉന്നതമായ ആധ്യാത്മിക തലങ്ങളിൽ എത്തിക്കുന്നതിനു വേണ്ടി മനസ്സിനെ പാകപ്പെടുത്തുന്നതിന് കുറഞ്ഞത് 12 വർഷമെങ്കിലും വേണ്ടിയിരുന്നു. എന്നാൽ ഞാൻ അതിനുവേണ്ടി 5 വർഷമേ എടുത്തുള്ളൂ. ലൗകിക തലത്തിൽ വിലക്കപ്പെട്ട വസ്തുക്കളുടെ ഉപയോഗത്തിന് ഞാൻ വിധേയനായി. കൗമാരപ്രായക്കാരെ മയക്കുമരുന്ന്, മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങൾ പിടികൂടാറുണ്ട്. ഞാനും ഇതുപോലുള്ള ദുശീലങ്ങൾക്ക് ഇരയായെങ്കിലും തക്ക സമയത്ത് പിന്തിരിയാനിടയായി. ഏതോ അജ്ഞാത വ്യക്തി അഥവാ അദൃശ്യശക്തി എൻ്റെ ചലനങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയും യഥാസമയം രക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പിൽക്കാലത്ത് എൻ്റെ ഗുരു ആ കാലയളവിനെ താന്ത്രിക് ഘട്ടം എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. പ്രസ്തുത ഘട്ടത്തിൽ തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് എൻ്റെ ജീവിതത്തെ സമ്പന്നമാക്കിയ ഓരോ സുഹൃത്തിനെയും ഞാൻ ഉപഗുരുവായി കണ്ട് ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിക്കുന്നു. പിന്നീടുള്ള ജീവിതത്തിൽ മയക്കുമരുന്ന് കഴിക്കുന്നവരും മദ്യപാനികളും പ്രേമവിലാസത്തിൽ അനിയന്ത്രിതരായി വിഹരിച്ചു നടക്കുന്നവരും പലതരത്തിലും വഴിതെറ്റിപ്പോയവരും ഒക്കെ തങ്ങളുടെ വിഷമസന്ധിയിൽ ഒരു തുണയ്ക്കായി എൻ്റെ അടുത്തേക്ക് വരുമെന്ന് അന്നൊന്നും ഒരിക്കലും കരുതിയിരുന്നില്ല. ഞാൻ ഒരു സ്വാധീന ശക്തിക്ക് വിധേയമാക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എനിക്ക് അവരെ മനസ്സിലാക്കാനോ അവരെ നേർവഴിയിലേക്ക് നയിക്കാൻ സഹായിക്കാനോ കഴിയുമായിരുന്നില്ല. മാത്രവുമല്ല, അവരുടേതുപോലെ ഭയാനകവും ദുരിതപൂർണവുമായ ജീവിതത്തിലേക്ക് ഞാനും വഴുതി വീണു പോയേനെ. ഇത് ആധ്യാത്മിക ജീവചരിത്രം കൂടിയായതിനാൽ ആധ്യാത്മിക തലത്തിൽ എനിക്ക് എന്ത് സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് അല്പമൊന്ന് വിസ്തരിച്ച് പറയേണ്ടിയിരിക്കുന്നു. ആദ്യമായി കാലടി മസ്താനുമായുള്ള എൻ്റെ സമാഗമത്തെപ്പറ്റി പറയാം. 5-ാമത്തെ അധ്യായത്തിൽ ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നത് ഓർക്കുമല്ലോ. കടൽക്കരയിലെ സൂഫി വിശുദ്ധയുടെ ശവകുടീരത്തിന് പുറത്ത് കാഴ്ചയിൽ ഭ്രാന്തനെന്ന് തോന്നിപ്പിക്കുന്ന ഒരാളെപ്പറ്റി പരാമർശിച്ചിരുന്നു.
അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, കൊച്ചിനെ ഇപ്പോൾ പോകൂ, പിന്നീട് വരൂ. അന്ന് അദ്ദേഹം പറഞ്ഞതിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചില്ല. എന്നാൽ ഇപ്പോൾ ഏകദേശം 6-7 കൊല്ലങ്ങൾക്ക് ശേഷം അതേ വ്യക്തിയെ മുഖാമുഖം കാണുകയാണ്. രണ്ടാമത്തെ തവണയാണ് അദ്ദേഹത്തെ കാണുന്നത്. അന്ന് എനിക്ക് 16 വയസ്സ് പ്രായം. കോളേജിലെ ആദ്യ വർഷം അവസാനിക്കാറായ സമയമായിരുന്നു. ഞാൻ NCCയിൽ ചേർന്നിരുന്നു. മഹാത്മാഗാന്ധി കോളേജ് ക്യാമ്പസിൽ വെച്ച് നടന്നുകൊണ്ടിരുന്ന ആർമി അറ്റാച്ച്മെൻറ്റ് ക്യാമ്പിലേക്ക് എന്നെയും തിരഞ്ഞെടുക്കുകയുണ്ടായി. 3 ദിവസം ക്യാമ്പിൽ പങ്കെടുത്തതിന് ശേഷം ഞാൻ സിക്ക് ലീവിന് അപേക്ഷിച്ചു. എനിക്ക് പനിയും തലവേദനയും സന്ധിവേദനയും അനുഭവപ്പെട്ടിരുന്നു. ലീവ് അനുവദിച്ചതോടെ ഞാൻ അവിടെ നിന്നും പുറത്തിറങ്ങി. എന്നാൽ ക്യാമ്പസിൽ നിന്നും പുറത്തു കടന്നയുടനെ എൻ്റെ അസുഖമൊക്കെ പെട്ടെന്നങ്ങ് മാറിയതും എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. വീട്ടിലുള്ള എല്ലാവരും ഞാൻ ഒരാഴ്ച കഴിഞ്ഞേ മടങ്ങി വരികയുള്ളൂ എന്നാണ് കരുതിയിരുന്നത്. വേണ്ടുവോളം സമയമുണ്ടായിരുന്നതിനാൽ ഒന്ന് ചുറ്റിക്കറങ്ങാമെന്നും ഞാൻ വിചാരിച്ചു. 2 ബസ് മാറി കയറി ഞാൻ കടൽക്കരയിലെ ഭീമാപള്ളിയിലെ ശവകുടീരത്തിൻ്റെയും ആരാധനാ സ്ഥലത്തിൻ്റെയും അടുത്ത് ഉച്ചയോടെ എത്തി. ആരാധനാലയത്തിൻ്റെ കവാടത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഒരിക്കൽ കടലോരത്തെ കൊച്ചു ഗ്രാമപ്രദേശമായിരുന്ന ആ പ്രദേശത്തെ സംഘടിത മതം വല്ലാതെ സ്വാധീനിച്ചിരുന്നു. ആരാധനാലയത്തിന് സമീപത്തുണ്ടായിരുന്ന കൊച്ചു പള്ളിയുടെ സ്ഥാനത്തുള്ളത് അതിമനോഹരമായ കൂറ്റൻ പള്ളിയാണ്. ഒരുപക്ഷെ പ്രവാസികളുടെ സംഭാവനകൾ കൊണ്ടായിരിക്കാം വലിയ പള്ളി പണിയിച്ചിരിക്കുന്നത്. അന്ന് വെള്ളിയാഴ്ച ദിവസമായിരുന്നു. ആരാധനാലയത്തിനുള്ളിൽ ഉണ്ടായിരുന്ന പ്രേതബാധിതർ കാരണം സംജാതമായ പ്രക്ഷുബ്ധാവസ്ഥ കണ്ടിട്ട് അകത്തേക്ക് കടക്കേണ്ട എന്ന് വിചാരിച്ചു. മിലിറ്ററി സ്റ്റൈലിലുള്ള ഹോൾഡോളം തൂക്കിപ്പിടിച്ച് ഞാൻ മണൽപ്പരപ്പിലൂടെ കുറുകെ നടന്ന് റോട്ടിലെത്തി. അടുത്തെങ്ങാനും ചായക്കട ഉണ്ടോ എന്ന് നോക്കി. നല്ല കടുപ്പത്തിൽ ഒരു ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. മുന്നിൽ വലതുഭാഗത്തായി അടുത്തു തന്നെ ഒരു ചായക്കട കണ്ടു. ദർഗ ടീ സ്റ്റാൾ. അത് ഓലമേഞ്ഞ പുരയായിരുന്നു. മുമ്പിൽ ചെറിയ പൊക്കത്തിൽ ഒരു വരാന്ത ഉണ്ടായിരുന്നു. ഞാൻ നടന്നു നീങ്ങിയപ്പോൾ 10-12 പേരുള്ള ചെറിയ ഒരാൾക്കൂട്ടം കണ്ടു. അവർ വരാന്തയ്ക്ക് ചുറ്റും നിശബ്ദരായി പുറംതിരിഞ്ഞു നിൽക്കുകയായിരുന്നു. ഞാനും ആൾക്കൂട്ടത്തിൽ ഒരാളായി. മെലിഞ്ഞ് നഗ്നനായ വൃത്തികെട്ട ഒരാൾ ചമ്മറം മടിഞ്ഞ് തന്നെത്താൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. ആ മനുഷ്യൻ്റെ ചെമ്പിച്ച തലമുടി പറ്റെ വെട്ടിയിരുന്നു. ഇരുണ്ട നിറമുള്ള മുഖത്തെ വെളുത്ത താടി അറ്റം വെട്ടി നിരപ്പാക്കിയിരുന്നു. വിശാലമായ കണ്ണുകൾ ആകർഷകവും സ്നേഹം തുളുമ്പുന്നവയും ആയിരുന്നു. ആ കണ്ണുകൾ എൻ്റെ മേൽ പതിച്ചു. പൊടുന്നനെ ഒരു രംഗം എൻ്റെ കൺമുമ്പിൽ മിന്നിമറഞ്ഞു. എൻ്റെ മനസ്സ് മന്ത്രിച്ചു. അതെ, അത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം പ്രവചിച്ചിരുന്നതുപോലെ ഞാൻ അദ്ദേഹത്തെ കാണാൻ മടങ്ങിച്ചെന്നിരിക്കുന്നു. അദ്ദേഹത്തിൽ നിന്ന് ഉതിർന്നു വീണ വാക്കുകൾ എൻ്റെ വിശ്വാസത്തെ ഉറപ്പിച്ചു. എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, വന്ദിട്ട, സ്വന്ന മാതിരി വന്ദിട്ട. ഞാൻ പറഞ്ഞ മാതിരി അവൻ വന്നിരിക്കുന്നു. പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. വീണ്ടും പൊട്ടിച്ചിരിക്കിടയിൽ പറഞ്ഞു, വലിയ കള്ളൻ എൻ്റെ നിധി കട്ടെടുക്കാൻ വന്നിരിക്കുന്നു. പെട്ടെന്നുണ്ടായ ഞെട്ടലിൽ നിന്ന് മനസാന്നിധ്യം കൈവരിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. അദ്ദേഹം ഒരു ഗ്ലാസ് ടംബ്ലറിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതോടൊപ്പം സിഗരറ്റ് വലിക്കുന്നുണ്ടായിരുന്നു. സിഗരറ്റ് ആരോ കത്തിച്ച് അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ പിടിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം സിഗരറ്റ് ദൂരെ എറിഞ്ഞിട്ട് എന്നെ നോക്കി ആംഗ്യം കാണിച്ചു. ഇവിടെ ഇരിക്കൂ. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഹോൾഡാൾ വരാന്തയിൽ എറിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ സമീപത്ത് തറയിലിരുന്നു. എല്ലാവരും പോകട്ടെ എന്ന് അദ്ദേഹം തമിഴിൽ പറഞ്ഞു. ഉടനെ കൂട്ടം പിരിഞ്ഞുപോയി. ചായക്കടക്കാരൻ ഒരു ഗ്ലാസ് ചായ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് കൊടുത്തു. പ്രായം ചെന്ന് അദ്ദേഹം പറഞ്ഞു, അയാൾക്ക് പണം കൊടുക്കൂ. ഞാൻ ഉടനെ ചായക്കടക്കാരൻ്റെ കയ്യിൽ 1/2 രൂപ വെച്ചു കൊടുത്തു. ഗ്ലാസ്സിൽ നിന്ന് പകുതി ചായ കുടിച്ചിട്ട് ബാക്കി എനിക്ക് തന്നിട്ട് കുടിക്കാൻ പറഞ്ഞു. ഒരിക്കലും തേച്ചിട്ടില്ലാത്ത
മഞ്ഞളിച്ച പല്ലുകൾ കണ്ടിട്ട് ഞാൻ അറച്ചു. ഉടനെ ചായക്കട ഉടമസ്ഥൻ പതിഞ്ഞ സ്വരത്തിൽ എന്നോട് പറഞ്ഞു, അത് വാങ്ങി കുടിക്കൂ, നിങ്ങൾ പരമഭാഗ്യവാൻ തന്നെ. അപൂർവമായി കിട്ടുന്ന ഭാഗ്യം, തീർച്ചയായും വാങ്ങി കുടിക്കണം എന്ന് എൻ്റെ മനസ്സും പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു തുളുമ്പിയിരുന്ന സ്നേഹമാണ് അതിന് കാരണം. ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങി ചായ മുഴുവൻ കുടിച്ചു. അപ്പോഴേക്കും ഇരുട്ട് പരക്കാൻ തുടങ്ങി. പ്രായം ചെന്ന അദ്ദേഹം ചാടി എണീറ്റ് ഉറക്കെ വാ, എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞുകൊണ്ട് ഓടാൻ തുടങ്ങി. ചട്ടപ്രകാരം ഞാൻ സൂക്ഷിക്കേണ്ട ഹോൾഡാൾ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് ഞാനും അദ്ദേഹത്തിൻ്റെ പുറകെ ഓടി. അധികം വൈകാതെ ഞങ്ങൾ കടൽക്കരയിലെത്തി. അദ്ദേഹം ഒരു മീൻപിടുത്തക്കാരൻ്റെ ആൾതാമസമില്ലാത്ത പകുതി മേൽക്കൂര പൊളിഞ്ഞുപോയ ഒരു കുടിലിൻ്റെ മുന്നിൽ നിന്നു. കടലിനെ അഭിമുഖീകരിച്ചിരിക്കുന്ന ജീർണിച്ച വരാന്തയിൽ ഇരുന്നു കൊണ്ട് എന്നോട് പറഞ്ഞു, ഇരിക്കൂ. ഞാൻ കാലുകൾ കുറുകെ വെച്ച് നിലത്തിരുന്നു. രണ്ടുപേരും കടലിനെ നോക്കിയാണ് ഇരുന്നത്. അദ്ദേഹം ചോദിച്ചു, ഹിമാലയത്തിൽ നിന്നല്ലേ അദ്ദേഹം വന്നത്? ആര്? അദ്ദേഹം നിന്റെ ശിരസിൽ കൈവച്ച് കാണാൻ സുന്ദരനും സുമുഖനുമായിരുന്നുവല്ലോ, ജട കെട്ടിയ മുടിയുള്ള ആളെ. അതെ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇതൊക്കെ എങ്ങനെ അറിഞ്ഞുവെന്ന് ആശ്ചര്യപ്പെടുകയായിരുന്നു ഞാൻ. ഞാനും ഇപ്പോൾ നിന്റെ തലയിൽ തൊടും, പെരും കള്ളൻ, എൻ്റെ നിധി മോഷ്ടിക്കാൻ എത്തിയ കള്ളൻ. ഉടനെ ഞാൻ ഒരല്പം ദേഷ്യത്തോടെ പറഞ്ഞു, ഞാൻ കള്ളനല്ല, ഞാൻ ഒന്നും മോഷ്ടിച്ചിട്ടില്ല. നീ വലിയ കള്ളനാണ്. നീ കണ്ണനെ പോലെയാണ്, വെണ്ണ കട്ടെടുക്കുന്ന കണ്ണനെ പോലെ ഗോപികമാരുടെ ഹൃദയം കവർന്നെടുത്തവൻ, നിന്നെ സ്നേഹത്തോടെ നോക്കി ഹൃദയം കവറുന്നവൻ, പെരുങ്കള്ളൻ. എങ്കിലെന്തു വേണം? ഉച്ചത്തിലുള്ള പൊട്ടിച്ചിരിയായിരുന്നു ചോദ്യത്തിനുള്ള മറുപടി. അദ്ദേഹം എൻ്റെ നെഞ്ചിൽ തൊട്ടു. എന്നിട്ട് വലതു കൈയിൽ വിരൽ കൊണ്ട് എൻ്റെ നെറ്റിയിൽ തൊട്ടു. ആദ്യം വെള്ളിയുടെ നിറമുള്ള പ്രകാശം ഹൃദയത്തിൽ നിറഞ്ഞു. അത് ശിരസിലേക്ക് തള്ളിക്കയറി. പ്രസ്തുത പ്രകാശത്തിൻ്റെ സാന്നിധ്യമല്ലാതെ ഞാൻ മറ്റെല്ലാം മറന്നുപോയി. ആ പ്രകാശം നെറ്റിയിൽ നിന്നും ഹൃദയത്തിലേക്കും ഹൃദയത്തിൽ നിന്നും നെറ്റിയിലേക്കും മാറി മാറി ഒഴുകിക്കൊണ്ടിരുന്നു. പരമമായ ആനന്ദത്തിൻ്റെ അലകളാൽ ഹൃദയം നിറഞ്ഞു. അവിടെ നിന്നും അത് ശരീരമാകെ പടർന്നു കയറി. ഞാൻ പുളകിത ഗാത്രനായി. എൻ്റെ ഹൃദയം സമസ്ത ലോകത്തെയും പുണരാൻ വെമ്പിൽ കൊണ്ടു. എത്ര സമയം ഞാൻ അവിടെ ഇരുന്നുവെന്നും ബാഹ്യലോകത്തിൽ അപ്പോൾ എനിക്ക് എന്തു സംഭവിച്ചുവെന്നും എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല. ആനന്ദാനുഭവം ശമിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൾ തുറന്നു. അന്നേരം ഞാൻ മീൻപിടുത്തക്കാരൻ്റെ കുടിലിൽ ഇരിക്കുകയായിരുന്നു. വൃദ്ധനും എൻ്റെ അരികിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു തൊട്ടിയിൽ നിറയെ മണൽ നിറച്ച് എൻ്റെ ശിരസിൽ വീഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, മതി മതി, പാവം കുട്ടി മടങ്ങി വന്നു. ഞാൻ എൻ്റെ മുഖത്തു നിന്നും മണൽ തുടച്ചു നീക്കിക്കൊണ്ട് എണീറ്റു. അപ്പോൾ ഞാൻ നഗ്നനായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. ഭ്രമിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, എൻ്റെ വസ്ത്രങ്ങൾ എവിടെ? എല്ലാം ഇവിടെ തന്നെയുണ്ട്, നീ പോയി കുളിച്ചിട്ട് വരൂ, എൻ്റെ അടുത്ത് നിൽക്കുകയായിരുന്ന ചായക്കട ഉടമ പറഞ്ഞു. അയാൾ എനിക്ക് കൊടുക്കാൻ ഒരു ടവൽ തന്നു. കുളിക്കുന്നതിന് വേണ്ടി എന്നെ കൂട്ടിക്കൊണ്ട് അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. നേരം വെളുക്കാറായിരുന്നു. അപ്പോഴും എൻ്റെ ഹൃദയചക്രത്തിൽ ആനന്ദത്തിൻ്റെ നേരിയ അലകളുടെ ചലനം അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. ഞാൻ കുളിച്ചു കഴിഞ്ഞപ്പോൾ ചായക്കട ഉടമയായ ഹമീദ് എൻ്റെ വസ്ത്രങ്ങൾ എനിക്ക് തന്നു. അയാൾ തന്നെ അവയൊക്കെ നനച്ച് ഉണക്കി ഇസ്തിരിയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അവ ധരിച്ചുകൊണ്ട് ഞാൻ പുറത്തേക്കിറങ്ങി. ഞാൻ 4 ദിവസം ആനന്ദത്തിൻ്റെ ഉന്മാദാവസ്ഥയിലായിരുന്നുവെന്ന് ഹമീദ് പറഞ്ഞു. ഞാൻ വ്യവസ്ഥനായി അലഞ്ഞു തിരിയുന്നത് ഒഴിവാക്കാൻ വേണ്ടി എന്നെ ശാരീരികമായി തടഞ്ഞു വച്ചിരിക്കുകയായിരുന്നു. വൃദ്ധൻ നിർദ്ദേശിച്ചതിനനുസരിച്ച് എൻ്റെ ഹോൾഡാൾ ഭദ്രമായി വെച്ചിട്ടുണ്ടെന്നും അറിയിച്ചു. പോക്കറ്റിലുണ്ടായിരുന്ന പണവും പോക്കറ്റിലുണ്ടെന്ന് അറിയിച്ചു. എന്നിട്ട് ഹമീദ് പറഞ്ഞു, മസ്താൻ സാഹിബ് വെളിയിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്, വേഗമാകട്ടെ. ഹമീദ് കാലടി മസ്താൻ എന്ന് വിളിച്ചിരുന്ന മനുഷ്യൻ ചായക്കടയിലെ വരാന്തയിൽ ഇരിക്കുകയായിരുന്നു. അദ്ദേഹം ഒരിക്കലും ഒരു കടയ്ക്കുള്ളിലോ വീട്ടിനുള്ളിലോ പ്രവേശിക്കുകയില്ല. എന്നെ കണ്ടയുടനെ ഉറക്കെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പുതുമാപ്പിള മഹാകള്ളൻ,
ഇനി മടങ്ങി വരരുത്. തരാൻ നിധി ബാക്കിയില്ല. പൊയ്ക്കോ. ഞാൻ നമിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഴുക്കു പുരണ്ട വിശുദ്ധ പാദങ്ങളെ ചുംബിച്ചു. എപ്പോഴത്തെയും പോലെ നഗ്നനായ അദ്ദേഹം ഓടിപ്പോയി. അതിനുശേഷം സാഹചര്യങ്ങൾ കാലടി മസ്താനെ കാണാൻ അവസരം ഒരുക്കിയില്ല. വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം കാണാൻ വേണ്ടി പോയിരുന്നു. പക്ഷേ കണ്ടത് അദ്ദേഹത്തിൻ്റെ ശവകുടീരമായിരുന്നു. ഹമീദ് രാവിലത്തെ ഭക്ഷണം തരുന്നതിനിടയിൽ എന്നോട് പറഞ്ഞു, എനിക്ക് കാലടി മസ്താനെക്കുറിച്ച് അധികമൊന്നും അറിഞ്ഞുകൂടാ. ഏതാനും വർഷം മുമ്പ് കാലടി മസ്താനെ ആ സ്ഥലവാസികൾ കാണാനിടയായി. കുളിക്കാതെ വസ്ത്രം ധരിക്കാതെയാണ് കാണപ്പെട്ടിരുന്നത്. ആളുകൾ അദ്ദേഹത്തെ ഭ്രാന്തനാണെന്ന് ധരിച്ചു. ഒരിക്കൽ ആ ഭാഗത്ത് ഒരു കൊടുങ്കാറ്റ് ആഞ്ഞുവീശി. റോഡിൽ വെള്ളം കയറി. ഹൈ ടെൻഷൻ ഇലക്ട്രിക് ലൈനിൻ കമ്പികൾ പൊട്ടി വീണു കിടന്നു. ആർക്കും തന്നെ റോഡ് മുറിച്ച് കടക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഗതാഗതം പാടെ നിലച്ചു. ജലസ്പർശമേറ്റാൽ തീർച്ചയായും വൈദ്യുതി ആഘാതമേൽക്കും. അങ്ങനെ 2 പേർ മരിക്കുകയും ചെയ്തു. ഫയർ സർവീസും സൈന്യവും പോലീസും ചേർന്ന ആളുകളും കന്നുകാലികളും അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി കൃത്രിമമായ തടസ്സം സൃഷ്ടിച്ചു. അങ്ങോട്ട് പോയാൽ മരണം ഉറപ്പായിരുന്നു. കാണികളെയെല്ലാം അത്ഭുത സ്പന്ദരാക്കിക്കൊണ്ട് കാലടി മസ്താൻ അതിവേഗത്തിൽ ഓടിക്കൊണ്ട് തടസ്സം മാറിക്കടന്നു. ആർക്കും തടയാനുള്ള സാവകാശം കിട്ടിയില്ല. മുട്ടോളം വെള്ളത്തിലൂടെ അദ്ദേഹം നടന്നു നീങ്ങി. അദ്ദേഹത്തിന് വൈദ്യുതി ഷോക്ക് ഏറ്റില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം അക്ഷോഭ്യനായി നടന്ന് കടൽക്കരയിലെത്തി. ഒരു പട്ടാളക്കാരനാണ് ആദ്യമായി അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ തൊട്ട് നമസ്കരിച്ചത്. അന്നു മുതൽ അദ്ദേഹം സ്ഥലവാസികളുടെ ഇടയിൽ പ്രശസ്തനായി. ആളുകൾ അദ്ദേഹത്തിന് ചായ നൽകി സൽക്കരിക്കാൻ തുടങ്ങി. അദ്ദേഹം ചായ മാത്രം കൂടെ കുടിക്കും. ഭക്ഷണം കഴിക്കുന്നത് ആരും തന്നെ കണ്ടിട്ടില്ല. ചിലപ്പോൾ പുകവലിക്കുകയും ചെയ്യും. അദ്ദേഹത്തെ വസ്ത്രം ധരിപ്പിക്കാനുള്ള ആളുകളുടെ ശ്രമം ഒരിക്കലും വിജയിച്ചില്ല. കടുത്ത യഥാസ്ഥിതി മുസ്ലിങ്ങൾ അദ്ദേഹത്തെ അകറ്റി നിർത്തുകയായിരുന്നു. വസ്ത്രം ധരിക്കാതെ അലഞ്ഞു നടക്കുന്നത് ഇസ്ലാമിക സിദ്ധാന്തങ്ങൾക്ക് എതിരായിരുന്നു. സൂഫികളുടെ സിദ്ധാന്തങ്ങൾ അറിയാമായിരുന്ന ചില മുസ്ലിങ്ങൾ അദ്ദേഹത്തെ ഉൾക്കൊണ്ടിരുന്നു. അവർ അദ്ദേഹത്തെ ആദരിക്കുകയും അദ്ദേഹത്തെ സൂഫികളായ റബിയ, നഗ്നനായി ജീവിച്ച മൻസൂർ അൽ ഹല്ലജ് എന്നിവരോട് തുലനം ചെയ്യുകയും ചെയ്തിരുന്നു. അവർ അദ്ദേഹത്തിന് എല്ലാ ആദരവും നൽകി. ഹിന്ദുക്കളായ മീൻപിടുത്തക്കാർ അദ്ദേഹത്തെ അവധൂതനായി കരുതി. സാമൂഹ്യ ആചാരങ്ങൾക്കും നിയമങ്ങൾക്കും അദ്ദേഹം അതീതനാണെന്ന് അവർ വിശ്വസിച്ചു. ആ ചെറിയ ഗ്രാമത്തിലെ ആളുകളിൽ മിക്കവരും അദ്ദേഹത്തിന് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുകയാണെങ്കിൽ സൗഭാഗ്യം നേടുമെന്ന് വിശ്വസിച്ചിരുന്നു. ഹമീദ് അദ്ദേഹത്തെ മസ്താൻ സാഹബ് എന്ന് വിളിച്ചിരുന്നു. മസ്താൻ സാഹബ് എന്ന് വെച്ചാൽ ലഹരിയിൽ ആറാടുന്ന വിശുദ്ധൻ എന്നാണ്. അദ്ദേഹം തമിഴ്നാട്ടിലെ കാലടിയിൽ നിന്നും വന്ന സൂഫി എന്നാണ് ഹമീദിൻ്റെ വിശ്വാസം. പൊതുജനങ്ങൾക്ക് അദ്ദേഹത്തെപ്പറ്റി കൂടുതലൊന്നും അറിയാൻ പാടില്ലായിരുന്നു. വളരെ കുറച്ച് ശിഷ്യന്മാരെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അവരിൽ ഒരാളായിരുന്നു ഹമീദ്. ഹമീദ് ഇങ്ങനെ വിശ്വസിച്ചിരുന്നു, അദ്ദേഹത്തിൽ നിന്നും എനിക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ ആധ്യാത്മിക പുരോഗതിക്ക് സഹായകരമാകും. ഈ വിവരിച്ച സംഭവങ്ങൾ കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷം ഹമീദ് ഈ ലോകത്തു നിന്നും യാത്രയായി. ഇതോടുകൂടി എപ്പിസോഡ് 10 അവസാനിച്ചു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നന്ദി, നമസ്കാരം. ഹരി ഓം.